പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് രണ്ട് മുന്നണികളുടെയും LDFിൻ്റെയും UDFിൻ്റെയും പ്രകടന പത്രികകളിലൂടെ മുന്നോട്ട് വെക്കപ്പെട്ട രാഷ്ട്രീയത്തെയും ഇരു മുന്നണികളുടെയും വിശ്വാസ്യതയും സംബന്ധിച്ചാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രകടന പത്രികകൾ ഇന്നലെയാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത്. LDF മാനിഫെസ്റ്റോ കോഴിക്കോടും UDFിൻ്റെ മാനിഫെസ്റ്റോ കൊച്ചിയിലുമാണ് പ്രകാശനം ചെയ്തത്. ഒന്ന് മുഖ്യമന്ത്രിയാണ്, മറ്റൊന്ന് തെലങ്കാന മുഖ്യമന്ത്രിയായ മിസ്റ്റർ രേവന്ത് റെഡ്ഡിയാണ്. ഈ രണ്ട് മാനിഫെസ്റ്റോകളും മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകളും അതിൻ്റെ പ്രായോഗികതയും തീർച്ചയായിട്ടും കേരളീയ പൊതുസമൂഹം ആഴത്തിൽ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതെ ഭരണമാറ്റത്തെക്കുറിച്ചുള്ള കേവലമായ UDF അനുകൂലികളായ സാംസ്കാരിക പ്രവർത്തകരുടെ, പേരെടുത്തു പറഞ്ഞാൽ നമ്മുടെ കാരശ്ശേരി മാഷുടെയും കൽപ്പറ്റ നാരായണൻ മാഷുടെയും ഒക്കെ ആഗ്രഹ ചിന്തകളിലല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനത അവരുടെ നിലപാട് സ്വീകരിക്കേണ്ടത്. അങ്ങേയറ്റം അപജയവിധേയമായ ഒരു മുന്നണിയും പാർട്ടിയുമാണ് UDFും കോൺഗ്രസും എന്ന യാഥാർത്ഥ്യമാണ്. അത് കാരശ്ശേരി മാഷക്കും അറിയാം, കൽപ്പറ്റക്കും അറിയാം. UDFിനും LDFിനും വേണ്ടി വാദിക്കുന്നവർ രണ്ട് മുന്നണികളുടെയും നയപരമായ സമീപനങ്ങൾ എന്ത് എന്നുകൂടി വ്യക്തമാക്കാൻ ബാധ്യസ്ഥരാണ്. UDFും LDFും മാറി മാറി ഭരിക്കട്ടെ എന്ന് പ്രബോധനം നടത്തുന്ന പ്രിയ സുഹൃത്തുക്കൾ തങ്ങൾ പുലുകിക്കഴിയുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തെ സഹായിക്കാനുള്ള അരാഷ്ട്രീയമായ പ്രചരണങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന കാര്യം രാഷ്ട്രീയ ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. മുന്നണികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നയപരമായ സമീപനങ്ങളും വാഗ്ദാനങ്ങളും ഭാവി കേരളത്തെ സഹായിക്കുമോ എന്ന കാര്യമാണ് ജനാധിപത്യവാദികൾ ഈ രണ്ട് മാനിഫെസ്റ്റോ പ്രകടന പത്രികകളെ മുൻനിർത്തി പരിശോധിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നവകേരളത്തിനടിത്തറയിട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഈ നവകേരള നിർമ്മിതിയുടെ കടമകൾ പൂർത്തീകരിക്കാനുള്ള ജനവിധിക്ക് വേണ്ടിയാണ്. അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 2016 മുമ്പുണ്ടായിരുന്ന ഇരുണ്ട കാലത്തിനോട് താരതമ്യം ചെയ്താൽ വിസ്മയകരമായ മാറ്റങ്ങളാണ്, പുരോഗതിയാണ് കേരളമെമ്പാടും ഉണ്ടായിട്ടുള്ളത്. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ കോൺഗ്രസും BJPയും ഒരുപോലെ പിൻപറ്റുന്ന നിയോ ലിബറലിസത്തിന്, ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലായ വികസന സമീപനങ്ങൾ മുന്നോട്ട് വെച്ചാണ് നവകേരള നിർമ്മിതിക്ക് വേണ്ടിയുള്ള ശ്രമകരമായ ഭരണ നടപടികൾ തുടങ്ങിയത്. റവന്യൂ വരുമാനത്തിൻ്റെ സിംഹഭാവം സേവന മേഖലകൾക്കും ശമ്പളവും പെൻഷനും കൊടുക്കാനും ഉപയോഗിക്കേണ്ട സാമ്പത്തിക അവസ്ഥയാണ് കേരളത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ വികസനത്തിന് പണമില്ല. ഇതാണ് കേരളത്തിൻ്റെ വികസന പ്രതിസന്ധിക്ക് പ്രധാന കാരണമായിരുന്നത്. വളരെ വിഖ്യാതമായ തലങ്ങളിൽ കേരളത്തിൻ്റെ ഈ വികസന പ്രതിസന്ധി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 1990കളുടെ ആരംഭിച്ച ആഗോളവൽക്കരണ നയങ്ങൾ പൊതുമേഖലയെ കഴിയൊഴിക്കുന്നതും എല്ലാവിധ ജനോപകാരപ്രദമായ സേവന മേഖലകളിൽ നിന്നും ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്നും സ്റ്റേറ്റ് പിന്മാറണമെന്ന സോഷ്യൽ ഡാർവിനിസ്റ്റ് സിദ്ധാന്തങ്ങളെ പിന്തുടരുന്നതുമായിരുന്നു. 1970കളിൽ അമേരിക്കയിലെ ചിക്കാഗോ സ്കൂളുകാർ മിൽട്ടൺ ഫ്രീഡ്മാനെ പോലുള്ള ചിലി ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പരീക്ഷിച്ച കടുത്ത ചെലവ് ചുരുക്കലിൻ്റെയും ചെലവ് വസൂലാക്കലിൻ്റെയും കോസ്റ്റ് റിക്കവറി, ആ ഒരു നയമാണ് നിയോ ലിബറൽ നയങ്ങൾ. അത് കേരള വികസന മാതൃകക്ക് വെല്ലുവിളിയായി തീർന്നു എന്നതാണ്. രാഷ്ട്രീയമായി ഈ നയങ്ങളുടെ സ്തുതിപാഠകരും
പ്രയോക്താക്കളുമായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFും സംഘപരിവാർ ശക്തികളും. സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും വലതുപക്ഷ വീക്ഷണങ്ങളെയും രാഷ്ട്രീയ ശക്തികളെയും പ്രതിരോധിച്ചു കൊണ്ടുകൂടിയാണ് കേരളം അതിൻ്റെ ബദൽ നയങ്ങൾ രൂപപ്പെടുത്തിയതും മുന്നോട്ട് കൊണ്ടുപോയതും. 2021 തുടർഭരണം ലഭിച്ചതോടെ LDF സർക്കാർ വികസനത്തെ സംബന്ധിച്ച ദീർഘകാല പദ്ധതികൾ മുന്നോട്ട് വെച്ച് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള നീക്കങ്ങളാണ് നടത്തിയത്. വരുന്ന 25 വർഷക്കാലത്തെ കേരള വികസനത്തെ സംബന്ധിച്ച പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് ഇടതുപക്ഷ സർക്കാർ അതിൻ്റെ ക്ഷേമവികസന പരിപാടികൾ ആസൂത്രണം ചെയ്തത്, ആവിഷ്കരിച്ചത്. അതായത് കോൺഗ്രസും BJPയും മുഖ്യമായി പ്രതിനിധീകരിക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കും വർഗീയ ധ്രുവീകരണ നീക്കങ്ങൾക്കും പ്രതിരോധമെന്ന നിലയിലാണ് ബദൽ നയങ്ങളും മതനിരപേക്ഷ കേരളത്തെ സംബന്ധിച്ച സങ്കല്പങ്ങളും ഇടതുപക്ഷം മുന്നോട്ട് വച്ചിട്ടുള്ളത്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2026 തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മാനിഫെസ്റ്റോ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തുകൊണ്ട് നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം എന്നത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലും രാഷ്ട്രീയ ചരിത്രത്തിലും ഒരു സാധാരണ ഭരണകാലമായിരുന്നില്ല. കേരള ജനത അഭൂതപൂർവമായ ഒട്ടേറെ ദുരന്തങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വന്ന കാലമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം എന്നത്. പ്രളയങ്ങൾ, നിപ്പ, കോവിഡ് മഹാമാരി, ഇതുപോലുള്ള അസാധാരണ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ്, അതുയർത്തിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് കേരളം ഇന്നത്തെ രീതിയിലേക്ക് മുന്നേറിയത്. അതിന് കേരളത്തെ പ്രാപ്തമാക്കിയത് ഇടതുപക്ഷ രാഷ്ട്രീയ ദർശനത്തിൻ്റെ ശക്തിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മനുഷ്യകേന്ദ്രിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടാണ് ഇടതുപക്ഷത്തിനുള്ളത്. കൃഷിയും വ്യവസായവും, അതേപോലെ പരമ്പരാഗത വ്യവസായവും ആധുനിക വ്യവസായവും, അതേപോലെ നഗരസമൂഹവും നാട്ടിൻപുറങ്ങളും, ജനങ്ങൾക്കിടയിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളും അവരുടെ വിശ്വാസങ്ങളും തുടങ്ങി എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതും ഇവ തമ്മിലുള്ള സന്തുലിതത്വം കണക്കിലെടുക്കുന്നതുമായ വികസന സമീപനമാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. ജനക്ഷേമവും വികസനവും വിരുദ്ധ ഘടകങ്ങളല്ലെന്നും അവ പരസ്പരം ബന്ധപ്പെടുത്തി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ എക്കാലത്തെയും നിലപാട്, സമീപനം. വികസനത്തിന് പണമില്ലാത്തത് ക്ഷേമപ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് എന്ന നിലപാടിൽ നിന്ന് ക്ഷേമ പദ്ധതികളും സേവന മേഖലകളും കൈയൊഴിയുകയും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സമീപനമായിരുന്നു 1990കളിലെ കരുണാകരൻ സർക്കാരും 2000 ആദ്യം കേരളം ഭരിച്ച AK ആൻ്റണിയോ സർക്കാരും 2011 ഉമ്മൻചാണ്ടി സർക്കാരും സ്വീകരിച്ചിരുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയ മേഖലകളിൽ നിന്നെല്ലാം സർക്കാർ പിന്മാറുന്നതും സ്വകാര്യവൽക്കരണം തീവ്രമാക്കുന്നതുമായ നിലപാടാണ് UDF സർക്കാരുകൾ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനകീയ സമരങ്ങൾ ഉയർത്തി ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കുകയും അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പദ്ധതികളെയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള സേവന മേഖലകളെയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. പുരുഷാധിപത്യപരമായ കുടുംബഘടനയും സാമൂഹ്യാവസ്ഥയും സ്ത്രീ ജീവിതത്തെ എല്ലാ മേഖലകളിലും 2ാം നിലയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കഴിഞ്ഞ ഒരു ദശാബ്ദം കാലം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇടതുപക്ഷ മുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സ്ത്രീകളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ നില മെച്ചപ്പെടുത്തുന്നതിന് സാഹചര്യമൊരുക്കിയിട്ടുണ്ട്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 2017-18 26.5% അത് 2023-24 എത്തുമ്പോൾ 36.4% ഉയർന്നു. സ്ത്രീകൾക്ക് സുരക്ഷാ ധനസഹായം, സ്വയം തൊഴിലവസരങ്ങൾ, സേവന മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം, ഇതെല്ലാം കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിൽ
വലിയ സ്വാധീനവും മാറ്റവും ഉണ്ടാക്കിയ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇടപെടലുകളാണ്. സാമൂഹ്യ സുരക്ഷാ രംഗത്ത് അഭൂതപൂർവമായ മുന്നേറ്റമാണ് ഉണ്ടായത്. 2016 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്തി. 62 ലക്ഷം പേർ ഇന്നതിൻ്റെ ഗുണഭോക്താക്കളാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ അത് 18 മാസക്കാലം 600 രൂപ കുടിശ്ശികയായിരുന്നു. ലൈഫ് മിഷൻ വഴി 5 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ച് നൽകി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 2 ലക്ഷം വീടുകളാണ് നിർമ്മിച്ച് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് വീടുകളാണ് നിർമ്മിച്ചു കൊടുത്തത്. 60% വീടുകളിലും പൈപ്പ് വാട്ടർ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളം ശ്രദ്ധിക്കപ്പെട്ട കാലം കൂടിയാണ് ഈ 10 വർഷക്കാലം. ശിശുമരണ നിരക്ക് ഗണ്യമായി കുറയുക മാത്രമല്ല, ഇന്ത്യയിലെ ആരോഗ്യ സൂചികകളിലെല്ലാം കേരളം ഒന്നാമതാണ്, നമ്പർ 1 ആണ്. 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ആരോഗ്യരംഗത്ത് മാത്രം ഈ സർക്കാർ നടത്തിയത്. 10,000-ലധികം പുതിയ തസ്തികകൾ ആരോഗ്യരംഗത്ത് സൃഷ്ടിക്കുകയുണ്ടായി. സർക്കാർ ആശുപത്രികളിലെ OP സന്ദർശനം 13 കോടിയാണ്. സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെട്ടതോടെ അൺഎയ്ഡഡ് സ്വകാര്യ മേഖലയിൽ നിന്നടക്കം 11 ലക്ഷത്തിലധികം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിലെത്തിയത്. ഡിജിറ്റൽ വിദ്യാഭ്യാസം വ്യാപകമായി നടപ്പിലാക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. 45,000-ലേറെ ക്ലാസ് മുറികൾ കേരളത്തിൽ ഹൈടെക് ആക്കിയിട്ടുണ്ട്. സർവകലാശാല വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ഈ സർക്കാർ ചെയ്തു. ഒരു വിജ്ഞാന സമ്പദ്ഘടനയായി മാറാനുള്ള കേരളത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് ചാലകശക്തിയായി നിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്, സർവകലാശാല വിദ്യാഭ്യാസ മേഖലയാണ്. ദേശീയ തലത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടായത്. അടിസ്ഥാന സൗകര്യ രംഗത്ത് 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് വിവിധ പദ്ധതികളിലായിട്ട് ഈ സർക്കാർ നടപ്പാക്കിയത്. ദേശീയപാത വികസനം, വിഴിഞ്ഞം തുറമുഖം, K-ഫോൺ തുടങ്ങി കേരളത്തിൻ്റെ ഭാവി സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയിടുന്നതിന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞു. വ്യവസായ രംഗത്ത് വലിയ ഉണർവാണ് ഈ സർക്കാർ സൃഷ്ടിച്ചത്. IT മേഖലയിൽ 26,000-ൽ നിന്ന് തൊഴിൽ 2.5 ലക്ഷമായി വർദ്ധിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. സ്റ്റാർട്ടപ്പുകൾ 800-ൽ നിന്നും 7,700-ൽ കൂടുതലാക്കാൻ കഴിഞ്ഞു. കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഗമത്തിൽ 1.96 ലക്ഷം കോടിയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് വന്നത്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ദാവോസ് ഉച്ചകോടിയിൽ 1,18,000 കോടിയുടെ നിക്ഷേപമാണ് കേരളത്തിലേക്ക് ലഭിച്ചത്, കേരളത്തിന് കിട്ടിയത്. 10 വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷം ജനങ്ങളുടെ മുമ്പിൽ വെച്ച വികസന പദ്ധതികളെ എല്ലാം ഏറ്റവും കാര്യക്ഷമതയോടെ നടപ്പാക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞു. അതുതന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസ്യത എന്നത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഈ ഏപ്രിൽ 9-ാം തീയതി നാം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ വിശ്വാസ്യത തന്നെയാണ് ഭരണ തുടർച്ചയുടെ അടിസ്ഥാനമായിരിക്കുന്നത്. പറയുന്നത് ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ പറയുക എന്ന വളരെ ആദർശാത്മകമായൊരു നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്. രാജ്യത്തെ ഏറ്റവും ആധികാരിക ധനകാര്യ സ്ഥാപനമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഈ വസ്തുതകളെല്ലാം ശരിവെക്കുന്നതാണ്, അംഗീകരിക്കുന്നതാണ്. 2025 ഡിസംബർ 11 പ്രസിദ്ധീകരിച്ച ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതിൻ്റെ റിപ്പോർട്ടനുസരിച്ച് കേരളം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ ശ്രദ്ധേയമായ വളർച്ച നേടിയിട്ടുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2016-ൽ 1,66,246 രൂപയായിരുന്നു ആളോഹരി വരുമാനം. 2024-25 അത് 3,08,338 രൂപയായി ഉയർന്നു. അതായത് ഇരട്ടിയായി പൊതുശീർഷ വരുമാനം കേരളത്തിൽ വർദ്ധിച്ചു. സംസ്ഥാനത്തിൻ്റെ GDP നോക്കൂ, 5.61 ലക്ഷം കോടി രൂപയിൽ നിന്നും 12.48 ലക്ഷം കോടി രൂപയായി നമ്മുടെ GDP ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ശക്തമായ രീതിയിൽ വികസിച്ചു എന്നാണ്. വ്യവസായ മേഖലയിലെ മൂല്യവർദ്ധനവ് ഇരട്ടിയിലധികമായിട്ടാണ് വർദ്ധിച്ചത്. ഇപ്പോഴത് 2.67 ലക്ഷം കോടി രൂപയിലെത്തിയിരിക്കുക. മാനുഫാക്ചറിംഗ് മേഖലയിലെ ഉൽപ്പാദനം
1,00,000 രൂപ കടന്നിരിക്കുന്നു. ഇത്രയും വലിയ ഉൽപ്പാദന വർധനവ് മാനുഫാക്ചറിങ് മേഖലയിലെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സംസ്ഥാനത്തിന് ഉണ്ടായത്. സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം 38,995 കോടി രൂപയിൽ നിന്നും അത് 84,884 കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു. മൂലധന ചെലവ് 12,417 കോടി രൂപയിൽ നിന്നും 39,389 കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. അതായത് 3 ഇരട്ടി വർധനമാണ് ഉണ്ടായത്. ഇതെല്ലാം അടിസ്ഥാന സൗകര്യ രംഗത്തെ വികസനത്തിന് നൽകിയ പ്രാധാന്യത്തെയാണ് വ്യക്തമാക്കുന്നത്. ബാങ്ക് നിക്ഷേപങ്ങൾ 36.61 ലക്ഷം കോടി രൂപയിൽ നിന്ന് 89.48 ലക്ഷം കോടി രൂപയായി വളർന്നത് ജനങ്ങളുടെ സാമ്പത്തിക ശക്തിയും വിശ്വാസ്യതയും വർദ്ധിച്ചതിൻ്റെ പ്രതിഫലനമാണ്. ഈ ഒരു നേട്ടങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന പുതിയ വാഗ്ദാനങ്ങൾ, പ്രകടന പത്രികയിലെ ഉറപ്പുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മാനിഫെസ്റ്റോയിലൂടെ ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. വിപുലമായ തലങ്ങളിൽ നടന്നിട്ടുള്ള അന്വേഷണങ്ങളുടെയും ജനകീയ സംവാദങ്ങളുടെയും ഉൽപ്പന്നമെന്ന നിലക്ക് കൂടിയാണ് ഈ മാനിഫെസ്റ്റോയെ ഇടതുപക്ഷം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 950 നിർദ്ദേശങ്ങളാണ് മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്നത്. മാനിഫെസ്റ്റോ ഊന്നുന്നതും ലക്ഷ്യം വെക്കുന്നതും കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയിലേക്ക് മാറ്റുന്ന പ്രവർത്തനമാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ്. അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ചയുടെ നേട്ടം കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കും. അതാണ് ഈ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഉറപ്പുകളെല്ലാം. 5 വർഷം കൊണ്ട് ഇടതുപക്ഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പരിഹരിക്കുന്നതോടൊപ്പം വികേന്ദ്രീകൃത ജനാധിപത്യം, മതനിരപേക്ഷത, തുല്യത, പുരോഗമന ചിന്ത ഇവയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹം നിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്ന് മാനിഫെസ്റ്റോ അസന്ദിഗ്ധമായ ഭാഷയിൽ സൂചിപ്പിക്കുന്നു. കേരളത്തെ കേവല ദാരിദ്ര്യരഹിത സംസ്ഥാനമാക്കും. അതിദാരിദ്ര്യമില്ലാതാക്കിയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 5 ലക്ഷം ദരിദ്രരായ കുടുംബങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്താനുള്ള പ്രവർത്തന പദ്ധതി നടപ്പാക്കും. വരുമാനം, താമസം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്ര ഇടപെടലായിരിക്കും ഇതെന്ന് മാനിഫെസ്റ്റോ വിശദീകരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷയെ പുതിയ വിധാനങ്ങളിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. സാമൂഹ്യനീതിയും സാമൂഹ്യ സുരക്ഷയൊക്കെയാണ് ഈ മാനിഫെസ്റ്റോവിൻ്റെ അന്തർധാരയായി പ്രവർത്തിക്കുന്നത്. എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കും. കിടപ്പ് രോഗികൾക്ക് അവകാശാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ പരിചരണ സംവിധാനം ഏർപ്പെടുത്തും. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനവും സമൂഹാടിസ്ഥാനത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കും. ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന ആശയം യാഥാർത്ഥ്യമാക്കുമെന്നും മാനിഫെസ്റ്റോ ഉറപ്പു നൽകുന്നുണ്ട്. വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കും. പഠിച്ചാൽ ജോലി എല്ലാവർക്കും ഉറപ്പുവരുത്തും. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് സർവ്വസാധാരണമാക്കും എന്ന് ഈ മാനിഫെസ്റ്റോ ഉറപ്പു നൽകുന്നുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് ഈ മാനിഫെസ്റ്റോവിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്ന 950 നിർദ്ദേശങ്ങളും നടപ്പാക്കാനുള്ളതാണ്. 10 വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് കേരള ജനതക്കുറപ്പുണ്ട് ഇടതുപക്ഷം പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കും. എന്നാൽ UDF മുന്നോട്ട് വച്ചിരിക്കുന്ന അവരുടെ മാനിഫെസ്റ്റോവിൽ അവർ പറയുന്ന ഗ്യാരണ്ടികൾ, ഉറപ്പുകൾ ഒരടിസ്ഥാനവുമില്ലാത്തതാണ്, ഒരു ദിശാബോധവുമില്ലാത്തതാണ്. ഏറ്റവും നല്ല ഉദാഹരണമായി പറഞ്ഞാൽ അവർ അവരുടെ മാനിഫെസ്റ്റോയിലൂടെ പറയുന്നത് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതാണ്. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ എവിടുന്നാണ് പണം? കേരളത്തിൻ്റെ ആരോഗ്യ ബജറ്റ് വിഹിതം തന്നെ എന്താണ്? 14,000 ചില്ലാനം കോടി, 10,000 ചില്ലാനം കോടി രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തം ആരോഗ്യ ബജറ്റ് വിഹിതം മുഴുവൻ ഉപയോഗിച്ചാൽ മാത്രമേ ഈ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം അടക്കാൻ കഴിയൂ ഗവൺമെൻറ്. 85 ലക്ഷം കുടുംബങ്ങളുണ്ട്. 85 ലക്ഷം കുടുംബങ്ങൾക്ക് വേണ്ടി സർക്കാർ പ്രീമിയമായിട്ട് 2,000 രൂപ വെച്ച് അടക്കണമെങ്കിൽ എത്ര രൂപ വരും? 17,000 കോടിയോളം രൂപ വരും. കേരളത്തിൻ്റെ ആകെ ആരോഗ്യ ബജറ്റ് എന്ന് പറയുന്നത് 10,000 ചില്ലാനം കോടി രൂപയാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം ഇല്ലാതാകുന്ന വഴി കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, സർക്കാർ ആശുപത്രികൾ, സർക്കാർ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാതാവും. അത് പരിഷ്കരിക്കപ്പെടുകയോ
ആരോഗ്യരംഗത്തെ കേരളത്തിൻ്റെ ആരോഗ്യ വിപണിയെ ലക്ഷ്യം വെച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ള വിദേശ ഇൻഷുറൻസ് കമ്പനികളെയും ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ വലിയ മൂലധന നിക്ഷേപം നടത്തിയിരിക്കുന്ന അമേരിക്കൻ കോർപ്പറേറ്റുകളെയും സഹായിക്കുന്ന ഒരു നിയോ ലിബറൽ നിലപാടിൽ നിന്നുള്ള വാഗ്ദാനമാണ് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. 3000 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ മാനിഫെസ്റ്റോ ഇവിടെ വന്ന് കൊച്ചിയിൽ വന്ന് പ്രകാശനം ചെയ്ത തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉണ്ടല്ലോ, അദ്ദേഹം തെലങ്കാനയിൽ തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം 2500 രൂപ പെൻഷൻ നൽകുന്ന. അദ്ദേഹം ഇപ്പോൾ എത്ര വർഷമായി ഭരിക്കുന്നു? തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി നൽകിയ 2500 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇതുവരെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കോൺഗ്രസിൻ്റെ നാളിതുവരെയുള്ള ചരിത്രം എന്ന് പറയുന്നത് വാഗ്ദാന ലംഘനങ്ങളുടെ കൂടി ചരിത്രമാണ്. കേരളത്തിലായാലും ഇന്ത്യയിലായാലും പാഴായിപ്പോയ വാഗ്ദാനങ്ങളുടെ ചരിത്രമാണ് കോൺഗ്രസിൻ്റെ ചരിത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും മുന്നോട്ട് വച്ചിരിക്കുന്ന മാനിഫെസ്റ്റോവിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ ദിശാബോധ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള പ്രതിബദ്ധതയും വിശ്വാസ്യതയും ഏത് മുന്നണിക്കാണ് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മളെല്ലാം ആലോചിക്കേണ്ടത്, നമ്മളെല്ലാം ചർച്ച ചെയ്യേണ്ടത്, നമ്മളെല്ലാം നിലപാട് സ്വീകരിക്കേണ്ടത്.